ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിന്ദിയിലെ 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്താണ്? കഹാനിയാണല്ലേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചലേം, സാരിക ഠാക്കൂർ എഴുതിയ ചലേം എന്ന കഹാനിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് കഥ വായിച്ചു നോക്കാമല്ലേ. അപ്പോൾ ഈ വീഡിയോയിലെ കഥയും കഥയുടെ മലയാളം എക്സ്പ്ലനേഷനും ഇതുപോലെ തന്നെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ടുക്കു കൈ ദിൻ സെ സൈക്കിൾ കി സിദ് കർ രഹാ ഥാ. ടുക്കു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിത്രത്തിൽ കണ്ടുവല്ലോ, ഒരു ആൺകുട്ടിയുടെ ഒരു അമ്മയുടെയും ചിത്രമാണല്ലോ നമുക്കിവിടെ കാണാനുള്ളത്. യെസ്, അപ്പോൾ ആ ആൺകുട്ടിയുടെ പേരാണെന്ത്? ടുക്കു. അപ്പോൾ ടുക്കു കൈ ദിൻ സെ സൈക്കിൾ കി സിദ് കർ രഹാ ഥാ. എന്താ അവിടെ പറയുന്നത്? ടുക്കു കുറേ ദിവസമായിട്ട് എന്താണ്? സൈക്കിളിനായിട്ട് വാശി പിടിക്കുകയായിരുന്നു. സിദ് കർ രഹാ ഥാ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക അല്ലേ. अम्मा ने टुकू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. अम्मा ने टुक्कू ने के लिए സൈക്കിൾ ഓർ അപ്നെ ലിയെ ഏക്ക് സ്കൂട്ടി ഖരീദ് ലേ. അമ്മ എന്താണ് ടുക്കുവിന് വേണ്ടിയിട്ട് ഒരു സൈക്കിളും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു അല്ലേ. അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്കൂട്ടിയും മകന് വേണ്ടിയിട്ട് എന്ത് മേടിച്ചു? ഒരു സൈക്കിളും മേടിച്ചു. पर आपको तो स्कूटी चलाना नहीं आता, टुक्कू ने अम्मा से पूछा. എന്നാൽ അമ്മയ്ക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് ആര് പറയാണ്? ടുക്കുവിനെ അമ്മാസെ പൂച്ച. ടുക്കു അമ്മയോട് ചോദിച്ചു. അപ്പൊ തുമേം ബി തോ സൈക്കിൾ ചലന നഹി ആത്ത അമ്മാനെ കഹ. അപ്പൊ അമ്മ എന്താ പറയുന്നത്? നിനക്ക് സൈക്കിളും ഓടിക്കാൻ അറിയില്ലല്ലോ. അമ്മ പറഞ്ഞു. അമ്മാനെ കഹ മേ സീഖ് ലൂങ്ക ധീരെ ധീരെ ടുക്കു ബോല. അപ്പം ടുക്കു എന്താ പറഞ്ഞത്? ടുക്കു ബോല. ടുക്കു പറഞ്ഞു മീം സീഖ് ലൂങ് ധീരെ ധീരെ. ഞാൻ പതുക്കെ പതുക്കെ പഠിക്കുമെന്ന് ആര് പറയാണ്? ടുക്കു പറയാണല്ലേ. ടുക്കു ബോല. മേം ബി സീഖ് ലൂങ്കി ധീരെ ധീരെ അമ്മ ഹംസ്തേ ഹുയേ ബോലി. അമ്മ ചിരിച്ചു കൊണ്ടപ്പോൾ പറയുകയാണല്ലേ, ഹംസ്തേ ഹുയേ ബോലി എന്ന് പറഞ്ഞാൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. മേം ബി സീഖ് ലൂങ്കി ധീരെ ധീരെ. ഞാനും പതുക്കെ പതുക്കെ പഠിക്കുന്ന അമ്മയും ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ഉസ് രാത് ദോനോക്കോ നീന്ദ ആയി. ആ ദിവസം അവർക്ക് രണ്ടുപേർക്കും എന്താണ്? ഉറക്കം വന്നില്ലല്ലേ. നീന്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കം. നീന്തെന്താണ്? ഉറക്കം. നീന്ദന ആയി എന്ന് പറഞ്ഞാൽ ഉറക്കം വന്നില്ല. അപ്പോൾ അതിൽ ഫസ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഉസ് രാത് ദിനോക്കോ നീന്ദന ആയി ക്യോ. ആ ദിനങ്ങളിൽ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ? എന്തുകൊണ്ടായിരുന്നു അത് ദിവസം അവർക്ക് ഉറക്കം വരാതിരുന്നത്? രണ്ടു പേർക്കും എന്താണ്? സൈക്കിളും സ്കൂട്ടറും ഓടിക്കാൻ അറിയില്ലായിരുന്നല്ലേ. അതുപോലെ തന്നെ അവരെന്തായിരുന്നു? ആവേശഭരിതരായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ക്യോം കി ദിനോം കോ സൈക്കിൾ और स्कूटर चलाना नहीं आता. क्यों कि दोनों को സൈക്കിൾ और സ്കൂട്ടർ ചലാന नहीं आता. കാരണം രണ്ടുപേർക്കും സൈക്കിളും സ്കൂട്ടറും ഓടിക്കാൻ അറിയില്ലായിരുന്നു. സാത്മേൻ ദോനെ ബഹുത് ഉത്സാഹിത്തെ. കൂടാതെ അവരെന്താണ്? വളരെ ആവേശഭരിതരായിരുന്നല്ലേ. ഇതുകൊണ്ടാണല്ലേ അവർക്ക് അന്നേ ദിവസം ഉറക്കം വരാതിരുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. സുബഹ് ടുക്കുവിനെ അപ്പനി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്പനി സ്കൂട്ടി. ടുക്കു എന്ത് ചെയ്യാണ്? അന്നേ ദിവസം രാവിലെ അവൻ്റെ സൈക്കിൾ എടുത്ത് പുറപ്പെടുകയാണ് അല്ലേ. അമ്മയോ? അപ്പനി സ്കൂട്ടി. അവർ തൻ്റെ സ്കൂട്ടിയും എടുത്ത് ഇറങ്ങുകയാണ്. സ്യാദാ ദൂർ മത് ജാന അമ്മാനെ ടുക്കുക്കോ സമച്ചായ. അപ്പോൾ കുറേ ദൂരൊന്നും പോകരുതെന്ന് അമ്മ ടുക്കുവിനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണല്ലേ. അബി സാദാ ദൂർ മത് ജാന ടുക്കുവിനെ അമ്മാക്കോ സമച്ചായ. അപ്പോൾ എന്താ ടുക്കു അമ്മയോട് പറഞ്ഞത്? അബി സാദാ ദൂർ മത് ജാന. ഞങ്ങളും ദൂരമൊന്നും പോകരുത് എന്ന് പറയുകയാണല്ലേ. ടുക്കുവിനെ പഹല ആദ പൈഡൽമാര. അപ്പോൾ ടുക്കു എന്ത് ചെയ്യാണ്? പഹലെ ആദ്യം എന്ത് ചെയ്യാണ്? ആദ എന്ന് പറഞ്ഞാൽ പകുതി അല്ലേ. അതായത് ടുക്കു എന്ത് ചെയ്യാണ്? പകുതി പെടൽ ചവിട്ടാണല്ലേ. ആദാ പെഡൽ മാര ചവിട്ടി. ആദാ പെഡൽ മാർത്തേ മാർത്തേ സീറ്റ് पर बैठने की कोशिश की. ആദാ പെഡൽ അതായത് പകുതി പെഡൽ ചവിട്ടി ചവിട്ടി അവൻ എന്ത് ചെയ്തു? മാർത്തേ മാർത്തേ സീറ്റ് पर बैठने की कोशिश की. സീറ്റിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു. पर जैसे ही वो सीट पर बैठे ഹാൻഡിൽ ഗൂമ. എന്നാൽ എന്താ സംഭവിച്ചത്? ജൈസെ ഹി വോ സീറ്റ് പർ ബൈഠെ ഹാൻഡിൽ ഗൂമ. ഹാൻഡിൽ എന്ത് ചെയ്തു? തിരിഞ്ഞുപോയി അല്ലേ. ഹാൻഡിൽ തിരിഞ്ഞുപോയി. ദെൻ എന്താ സംഭവിച്ചത്? പാവ് പൈഡൽ തക് പഹുഞ്ച്
ബാലൻസ് ബിഗട. പാവ് എന്താണ്? പാവ് പൈഡൽ തക് ന പഹൂഞ്ചേ. കാലുകള് എന്ത് ചെയ്തു? പെടൽ വരെ അവൻ എത്തിയില്ലല്ലേ. ബാലൻസ് ബിഗട. അങ്ങനെ എന്ത് ചെയ്തു? ബാലൻസ് തെറ്റി. സൈക്കിൾ ടുക്കു ദോനോ ഗിർപടെ ധടാം. അങ്ങനെ എന്താ കൂട്ടുകാരെ സംഭവിച്ചത്? സൈക്കിളും ടുക്കും കൂടിയിട്ട് താഴേക്ക് വീണല്ലേ. വീണുപോയി. ധടാം എന്നൊരു സൗണ്ടോട് കൂടിയിട്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. ജ്യാദാ ദൂർ മത് ജാന അമ്മാനെ ടുക്കുക്കോ സമജായ. കൂടുതൽ ദൂരൊന്നും പോകരുതെന്ന് അമ്മ ടുക്കുവിനോട് പറഞ്ഞു. അബി സാദാ ദൂർ മത് ജാന ടുക്കുവിനെ അമ്മാക്കോ സമജായ. അപ്പം താങ്കളും കൂടുതൽ ദൂരം എന്ന് പറഞ്ഞ് ആര് പറഞ്ഞാണ്? ടുക്കു അമ്മയോട് പറഞ്ഞു. യഹാം ദോനോക്കു കൈസ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. ഇവിടെ രണ്ടുപേരുടെയും എന്ത് സ്വഭാവമാണ്, എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? അതായത് ഇവിടെ എന്താണ്? രണ്ടുപേരും പരസ്പരമുള്ള കരുതലാണല്ലേ. അതായത് നമുക്ക് ആൻസർ എഴുതാം. യഹൻ ദോനോക ആപ്പസി ദേഖ്ഭാൽ പ്രകട് ഹോത്താ ഹെ. ഇവിടെ രണ്ടുപേരുടെയും പരസ്പരമുള്ള കരുതലാണ് പ്രകടമാകുന്നത്. ക്യോംകി ദോനോക്കോ സ്കൂട്ടി ഒരു സൈക്കിൾ ചലാനേക്കോ നഹീം ആത്ത. എന്തുകൊണ്ടാണ്? കാരണം രണ്ടുപേർക്കും സ്കൂട്ടറും സൈക്കിളും ഓടിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ആൻസർ എന്താണ്? യഹാം ദോനോക്കോ അപ്നി ദേഖ്ഭാൽ പ്രകട് ഹോത്താ ഹെ. ഇവിടെ രണ്ടുപേരുടെയും പരസ്പരമുള്ള കരുതലാണ് പ്രകടമാകുന്നത്. ക്യോംകി ദോനോക്കോ സ്കൂട്ടി ഒരു സൈക്കിൾ ചലാനേക്കോ നെഹി ആത്ത. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേർക്കും സ്കൂട്ടറും സൈക്കിളും ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഇത് നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്. ഉദർ അമ്മ സ്കൂട്ടി സീഖ് രഹി थी. അപ്പോൾ അവിടെ എന്താണ്? അമ്മ സ്കൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഉന്നോനെ ഹാൻഡിൽ കോ ദോനോ ഹാത്ത് സെ കസ്കർ ദാമ. അപ്പം അമ്മ എന്താ ചെയ്യുന്നത്? ഉദർ അമ്മ സ്കൂട്ടി സീഖ് രഹി थी. അവിടെ അമ്മ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുകയാണല്ലേ. അവരെന്താ ചെയ്തത്? ഉനോനെ ഹാൻഡിൽ കോ ദോനോ ഹാത്ത് സെ കസ്കർ ദാമ. അമ്മ എന്ത് ചെയ്യാണ്? ഹാൻഡിൽ കോ ദോനോ, അതായത് ഹാൻഡിൽ രണ്ട് കൈയും കൊണ്ട് മുറുകെ പിടിച്ചല്ലേ. ദെൻ എന്ത് ചെയ്യാണ്? ബായേ ഹാത്ത് സെ ബ്രേക്ക് ദബായ. ബായേ ഹാത്ത് സെ ബ്രേക്ക് ദബായ എന്ന് പറഞ്ഞാൽ ബായേ, അതായത് ഇടത് കൈ കൊണ്ടല്ലേ. ബായേം ഹാത്ത് സെ, ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യാണ്? ബ്രേക്ക് ദബായ, ബ്രേക്ക് അമർത്തി. ദായേ ഹാത്ത് സെ ആക്സിലേറ്റർ ഗുമായ. ദായേ ഹാത്ത് സെ, അതായത് രണ്ട് കൈ കൊണ്ട്, അതായത് ഇടത് കൈ കൊണ്ട് പിന്നെ എന്ത് ചെയ്യാണ്? ബായേ ഹാത്ത് സെ ബ്രേക്ക് ദബായ, അതായത് ഇടത് കൈ കൊണ്ട് ബ്രേക്ക് അമർത്തി. എന്നിട്ട് വലത് കൈ കൊണ്ട് എന്താ ചെയ്യുന്നത്? ദായേ ഹാത്ത് സെ ആക്സിലേറ്റർ ഗുമായ, വലത് കൈ കൊണ്ട് ആക്സിലേറ്റർ തിരിച്ചു. പർ സ്കൂട്ടി വഹീം ഗഡീതി. അപ്പം സ്കൂട്ടർ എന്ത് ചെയ്യാണ്? അവിടെ തന്നെ നിൽക്കുകയാണല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഫിർ അമ്മാനെ ബ്രേക്ക് ചോട് ദിയ. അപ്പം അമ്മ എന്ത് ചെയ്തു? ബ്രേക്ക് ചോട് ദിയ, ബ്രേക്ക് വിട്ടു. ബ്രേക്ക് ചോടത്തെ ഹുയി സ്കൂട്ടി ഉച്ചലി ഓർ പിച്ചലെ പഹിയെ പർ ഗഡി ഹോ ഗയി. ബ്രേക്ക് വിട്ടോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ബ്രേക്ക് ചോടത്തെ ഹി, ബ്രേക്ക് വിട്ടോക്കുമ്പോൾ സ്കൂട്ടി എന്ത് ചെയ്തു? സ്കൂട്ടി ഉച്ചലി ഓർ പിച്ചലെ പാഹിയെ പർ ഗഡി ഹോ ഗയി. ബ്രേക്ക് വിട്ടപ്പോൾ സ്കൂട്ടർ കുതിച്ചല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഉച്ചലി ഓർ പിച്ചലെ പഹിയെ പർ ഗഡി ഹോ ഗയി. പിൻചക്രത്തിൽ നിന്ന് വിട്ടു നോക്കുമ്പോൾ അമ്മയും സ്കൂട്ടറും രണ്ടുപേരും താഴെ വീണല്ലേ. പർ ഗഡി ഹോ ഗയി. ആ ചിത്രമാണല്ലേ കൂട്ടുകാരെ ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കൂ, ടുക്കു താഴെ വീണ് കിടക്കുന്നുണ്ട്. ദെൻ അമ്മ ഓർ സ്കൂട്ടി ദോനോ ഗിരി ദടാം. അപ്പം അങ്ങനെ അമ്മയും സ്കൂട്ടറും കൂടി താഴേക്ക് വീണു. ദടാം എന്ന സൗണ്ടോട് കൂടിയല്ലേ. ടുക്കുവിനെ സിർ പർ ഗുമ്മട്ട് നിക്കൽ ആയ. ടുക്കുവിനെ സിർ പർ, ടുക്കുവിന് എന്താണ്? സിർ എന്ന് പറഞ്ഞാൽ എന്താണ്? തലയല്ലേ. തലയിൽ എന്തുണ്ടായി? തലയിൽ ഗുമ്മട്ട് നിക്കൽ ആയ, അങ്ങനെ വീർത്ത് പൊങ്ങി. അമ്മയ്ക്ക് കോഹിനി ഓർ ഗൂട്ടിനെ ചിൽഗയെ. അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? അമ്മയ്ക്ക് എന്താണ്? അമ്മാക്കു കോഹിനി ഓർ ഗുഡിനെ ചിൽഗയെ. അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലിയൊക്കെ ഉരിഞ്ഞല്ലേ. രാത്രിക്കോ ദോനവും ബിസ്തർ പർ ലേട്ടേത്. രാത്രിയിൽ അവരെന്താണ്? രണ്ടുപേരും ഇങ്ങനെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ബിസ്തർ പർ ലേട്ടേത്. അമ്മ പോരെ. അപ്പം അമ്മ പറയാണല്ലേ, അപ്പോൾ നെഹിയും ചലാവുങ്കി സ്കൂട്ടി. ഇനി ഞാൻ എന്താണ്? മേലിൽ സ്കൂട്ടർ ഓടിക്കില്ല എന്ന് പറയാണ്. ലോക് ഹംസ് രഹേ ഹുയെ മുझे ഗിർത്താ ദേക്കർ. ആളുകളൊക്കെ ഞാൻ വീണത് കണ്ട് ചിരിച്ചെന്ന് പറയാണ്. ഗിർഗയത്തോക്യ മസാത്തോ ആയ ടുക്കു പോലെ. അപ്പം ടുക്കു എന്താ പറയുന്നത്? ഗിർഗയത്തോക്യ, വീണെങ്കിൽ എന്താ? മസാത്തോ ആയ, നല്ല രസമായിരുന്നു. ടുക്കു പോലെ, ടുക്കു
പറഞ്ഞു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. ഗിർ ഗയെ തോ ക്യാ മസാ തോ ആയ, ഐസാ കോയി അനുഭവ് ആപ്കോ ഹെ ബതായേ. ഗിർ ഗയെ തോ ക്യാ, വീണാങ്കിൽ എന്താ, മസാ തോ ആയ, നല്ല രസമുണ്ടായിരുന്നു. ഐസാ കോയി അനുഭവ് ആപ്കോ ഹെ ബതായേ, നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം. ഇവിടെ ഉണ്ടെന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. മുജെ ബി ഹുവാ ഹെ, എനിക്കും അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മേം അപ്പിനെ ബായി കോ സാത്ത് സൈക്കിൾ ചലാത്തെ സമയ ഹമേശ നീച്ചെ ഗിർതാ ഹെ, ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം ബായി കെ സാത്ത് സൈക്കിൾ ചലാത്തെ സമയ, ബായിയോടൊപ്പം സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഹമേശ നീച്ച ഗിർതാ ഹെ, താഴെ വീഴാറുണ്ട്. ക്യോംകി മുझे സൈക്കിൾ ചലാനെ കെ ലിയെ അച്ഛാ സെ നഹീ ആത്ത, കാരണം എന്താ, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ നന്നായിട്ട് അറിയില്ല. ലേക്കിൻ മുझे भी तो उसी वक्त मजा आया, എന്നാൽ എനിക്ക് ആ സമയത്ത് എന്താണ്, വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്, മുझे भी हुआ है, मैं अपने भाई के साथ साइकिल चलते समय हमेशा नीचे गिरता है, क्योंकि मुझे साइकिल चलाने के लिए अच्छे नहीं आता, लेकिन मुझे भी तो उसकी वक्त മസ ആയ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹാം എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ ചിത്രത്തിൽ അമ്മ താഴെ വീണ് കിടക്കുന്ന ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി നോക്കൂ. ദെൻ ബാത് തോ സഹി ഹേ, എന്താ പറയുന്നത്, ബാത് തോ സഹി ഹേ, കാര്യമൊക്കെ ശരിയാണെന്ന് പറയാണല്ലേ. സ്കൂട്ടി പർ ബൈഠ്കർ മുझे ലഗാ കി മേ ഹവാ മേ തൈർ രഹി ഹൂ, അപ്പം അമ്മ എന്താ പറയുന്നത്, സ്കൂട്ടർ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, മേം ഹവാമേ തൈർ രഹി ഹൂ, ഞാൻ വായുവിൽ നീന്തുകയാണെന്നാണ് എനിക്ക് തോന്നിയതെന്ന് അമ്മ പറയാണ്. ദോനോനെ തൈ കിയാക്കി കൽ ഫിർ കോശിഷ് കരേങ്കെ, അവർ രണ്ടുപേരും എന്ത് തീരുമാനിക്കുകയാണ്, നാളെ വീണ്ടും ശ്രമിക്കുമെന്നല്ലേ. ദോനോനെ തൈ കിയാക്കി, അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചത്, എന്താ തീരുമാനിച്ചത്, കൽ ഫിർ കോശിഷ് കരേങ്കെ, നാളെയും ശ്രമിക്കുമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ദോനോം ഏക് ദൂസരേക്ക് ഗലേമേ ബാഹ്യം ടാൽക്ക് സോഗയെ, അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങിയല്ലേ. അമ്മാനെ സ്വപ്ന ദേക്ക, അമ്മ സ്വപ്നം കണ്ടു. വോ ടുക്കു കോ സ്കൂട്ടി പർ ബിഠായെ സ്കൂൾ ചോടിന ജാ രഹി ഹെ, അപ്പം അമ്മ എന്താ സ്വപ്നം കണ്ടത്, നമ്മുടെ ടുക്കുവിനെയും സ്കൂട്ടറിൽ ഇരുത്തിയിട്ട് അവനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് കണ്ടു അല്ലേ. स्कूटी पर बिठाई स्कूल छोड़ने जा रही है, उसी वक्त टुक्कू भी एक सपना देख रहा था कि अम्मा को साइकिल पर बिठाकर बाजार घूम रहा है. അപ്പോൾ നമ്മുടെ ടുക്കു എന്താ സ്വപ്നം കണ്ടത്, അതായത് ടുക്കുനെ ഉസി വക്ത് ടുക്കു ബി ഏക് സ്വപ്ന ദേഖ് രഹാ താ കി വോ അമ്മാ കോ സൈക്കിൾ പർ ബിഠാക്കർ ബാസാർ ഗൂം രഹാ ഹെ, അപ്പം ടുക്ക് സ്വപ്നം കണ്ട എന്താണ്, അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ബാസാർ ഗൂം രഹാ, സൈക്കിളിൽ എത്തിയിട്ട്, ബാസാർ എന്ന് പറയുന്ന ചന്തയല്ലേ, ചന്തയിലൊക്കെ ചുറ്റിക്കറങ്ങുന്ന ആരും സ്വപ്നം കണ്ടു, ടുക്കുവും സ്വപ്നം കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്രമമേൻ ലിഖേം, ക്രമത്തിൽ എഴുതാനാണല്ലേ. ഫസ്റ്റ് ആക്ടിവിറ്റി ക്രമമേൻ ലിഖേം, ക്രമമായി എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. അമ്മാനെ സപ്ന ദേക്കാ വോ ടുക്കു സ്കൂട്ടി പർ ബിഠായെ സ്കൂൾ ചോड़ने जा रही है, അമ്മ സ്വപ്നം കാണുകയാണല്ലേ, ടുക്കുവിനെ സ്കൂട്ടറിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. ദെൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് അമ്മാന ടുക്കു കെ ലിയെ സൈക്കിൾ പർ ഓർ അപ്നെ ലിയെ എക് സ്കൂട്ട് ഖരീദിലെ, അമ്മ ടുക്കുവിന് വേണ്ടിയിട്ടൊരു സൈക്കിളും അവർക്ക് വേണ്ടിയിട്ടൊരു സ്കൂട്ടിയും വാങ്ങി. അമ്മാക്കോ കോഹിനി ഓർ ഗുട്നെ ചിൽ ഗയെ, അമ്മയുടെ കാൽമുട്ടിലും കൈമുട്ടിലും തൊലി ഉരിഞ്ഞു പോയല്ലേ. അമ്മ ഓർ ടുക്കു ഏക് ദൂസരേക്കോ ഗലേമേ ബാഹ്യ ഡാൽക്ക് സോഗയി, അമ്മയും ടുക്കും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയല്ലേ. ദോ ഗലേമേ ബാഹ്യ ഡാൽക്ക് സോഗയി. ദെൻ സൈക്കിൾ ടുക്കു ദോനോ ഗിർപടെ, സൈക്കിളും ടുക്കുവും രണ്ടുപേരും വീണു. ദെൻ സുബഹ് ടുക്കുവിനെ അപ്പിനി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്പിനി സ്കൂട്ടി, രാവിലെ അമ്മ ടുക്കു അവൻ്റെ സൈക്കിളും എടുത്ത്, പിന്നെ അമ്മയോ, അമ്മ അവരുടെ സ്കൂട്ടറും എടുത്ത് പോവുകയാണല്ലേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രമത്തിൽ എഴുതാനാണത്. അപ്പോൾ ഏതായിരിക്കും ഇതിൽ ഫസ്റ്റ് വരിക, നമുക്കറിയാം ഇതിൽ ഫസ്റ്റ് ഏതായിരിക്കും വരിക, അമ്മ ടുക്കുവിനായിട്ടൊരു സൈക്കിളും തനിക്കായിട്ടൊരു സ്കൂട്ടറും വാങ്ങി എന്നുള്ളതാണല്ലേ. അപ്പോൾ ഏതാണ് ആ സെൻറ്റൻസ്, അമ്മാനോ ടുക്കു കെ ലിയെ സൈക്കിൾ ഓർ അപ്നെ കെ ലിയെ ഏക് സ്കൂട്ടി ഖരീദ് ലി. ഒന്നാമത് വരുന്നത്
യെസ്, സെക്കൻഡ് വൺ ആണല്ലോ ഒന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത് വരുന്നത്. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ ഓർ അപ്നെ കെ ലിയെ ഏക്ക് സ്കൂട്ടി ഗരീദിലി. അപ്പോൾ ഇതാണ് ഒന്നാമത് വരുന്നത് അല്ലേ. ദെൻ സെക്കൻഡ് ഏതായിരിക്കും വരിക? രാവിലെ ടുക്കു അവൻ്റെ സൈക്കിളും അമ്മ തൻ്റെ സ്കൂട്ടറും എടുത്തു എന്നുള്ളതാണല്ലേ. അതായത് സുബഹ് ടുക്കുനെ അപ്പിനി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്പിനി സ്കൂട്ടി. ലാസ്റ്റ് സെൻറ്റൻസ് ആണ് രണ്ടാമത് വരുന്നത്. ഓക്കെ, ഇതിൽ മൂന്നാമത് ഏതായിരിക്കും? സൈക്കിൾ പിടിച്ചിട്ട് ടുക്കുവും രണ്ടുപേരും വീഴുകയാണ് അല്ലേ. സൈക്കിളും ടുക്കുവും രണ്ടുപേരും വീണു. അതായത് സൈക്കിൾ ടുക്കു ദോനവും ഗിർപടേ. ഇതാണല്ലേ മൂന്നാമത് വരുന്നത്. സൈക്കിൾ ടുക്കു ദോനോം ഗിർപടേ. ദെൻ നാലാമത് ഏതാണ്? അമ്മ കോ കോഹിനി ഓർ ഗുഡ്നെ ചിൽഗയെ. അമ്മയുടെ കൈമുട്ടിലേയും കാൽമുട്ടിലേക്ക് തൊലി ഉരിഞ്ഞു പോയി എന്നുള്ളതാണ് നാലാമത്. ദെൻ ഫിഫ്ത്ത് വൺ ഏതായിരിക്കും? അമ്മ ഓർ ടുക്കു ഏക് ദൂസരെ കോ ഗലേമേ ബാഹേണ്ടാൽക്ക് സോഗൈ. അമ്മയും ടുക്കും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി എന്നുള്ളതാണല്ലേ അഞ്ചാമത് വരിക. ഓക്കെ, ദെൻ ലാസ്റ്റ് അമ്മാനെ സ്വപ്ന ദേക്കാ തോ ടുക്കു കോ സ്കൂട്ടി പർ ബിട്ടായി സ്കൂൾ ചോടിനെ ജാ രഹി ഹെ. അമ്മ ടുക്കുവിനെ സ്കൂട്ടറിലിരുത്തി സ്കൂളിൽ വിടുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ ഇതാണ് ആറാമത്. ഫസ്റ്റ് വണ്ണാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ക്രമത്തിലാക്കി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമർത്ഥൻ കരേൻ സഹീവാക്കി ചുൻകർ ലിഗേം. സമർത്ഥിക്കുക ഏതാണ് ശരിയാണെന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ. ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ദെൻ കാർ ചലാത്തെ സമയം സീറ്റ് ബെൽറ്റ് പഹനെ. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള എന്താണ്? ഗഡി ചലാത്തെ സമയം മൊബൈൽ കാ ഇസ്തമാൽ ന കരേം. ദെൻ बाइक चलाते समय हेलमेट पहने. ദെൻ एक बाइक में दो ही സവാർ ഹോ. അപ്പോൾ ഇതിൽ ഏതാണ് നോക്കൂ. ഫസ്റ്റ് ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? സഹീവാക്കി ചുനിക്കർ ലിഗേം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരുന്നത്? ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കാം എന്നുള്ളതാണല്ലേ. അപ്പോൾ എന്താണ്? बाइक चलाते समय हेलमेट पहले. बाइक चलाते समय ഹെൽമെറ്റ് പഹലെ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഇതാണല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ബൈക്ക് ചലാത്തെ സമയം ഹെൽമെറ്റ് പഹലെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്നാമത് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ള. കാർ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് ധരിക്കണമല്ലേ. അപ്പോൾ രണ്ടാമത്തെ പിക്ചറാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ദെൻ നമ്മളിവിടെ താഴെ എന്താ എഴുതേണ്ടത്? ഇവിടെ നോക്കൂ, കൊടുത്തിട്ടുണ്ട്. കാർ ചലാത്തെ സമയ സീറ്റ് ബെൽറ്റ് പഹലെ. രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതേണ്ടത് എന്താണ്? കാർ ചലാത്തെ സമയ സീറ്റ് ബെൽറ്റ് പഹലെ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചിത്രം നോക്കാം നമുക്ക്. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തെ പിക്ചറാണ് അല്ലേ. എന്താണ്? ഒരു ബൈക്കിൽ 2 യാത്രക്കാരല്ലേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഴുതേണ്ട സെൻറ്റൻസ് എന്താണ്? ഇവിടെ നോക്കൂ. ഗാഡി ചലാത്തെ. യെസ്, ഏക് ബൈക്ക് മേ ദോ ഹി സവാർ കരേം സവാർ ഹോം. ഏക് ബൈക്ക് മേ ദോ ഹി സവാർ ഹോം. എന്താണ്? ഒരു ബൈക്കിൽ 2 യാത്രക്കാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഇതാണല്ലേ മൂന്നാമത്തത് ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാലാമത്തെ ചിത്രം നോക്കൂ. മൊബൈൽ ഓടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നൊരു പിക്ചറാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ്? വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ എന്താണ്? മൊബൈൽ ഫോണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് എഴുതാൻ ടിക്ക് ഇടാമല്ലേ. രണ്ടാമത്തെ ചിത്രം ടിക്കിടാം. യെസ്, ഇതാണല്ലോ ഇത് ശരിയായിട്ട് വരിക. മൊബൈൽ ഓടിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ശരിയായിട്ട്, രണ്ടാമത്തെ ചിത്രമാണ് ശരിയായിട്ടുള്ളത്. ഇതിന് സെൻറ്റൻസ് എന്താ എഴുതേണ്ടത്? ഗാഡി ചലാത്തെ സമയ മൊബൈൽ കാ ഇസ്തമാൽ ന കരേം എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്ത് ഓരോന്നും ഇവിടെ എഴുതുക.
ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ടുക്കു की ഡയറി ലിഖിയും. ടുക്കുവിൻ്റെ ഡയറി എഴുതാനാണല്ലേ. स्कूटर और साइकिल ഖരീദന. രാത് മേ നീന്ത് നഹീം ആയി. സ്കൂട്ടർ ഓർ സൈക്കിൾ, സ്കൂട്ടറും സൈക്കിളും വാങ്ങിച്ചു. രാത് മേ നീന്ത് നഹി ആന, രാത്രിയിൽ ഉറക്കം വന്നില്ല. സുബ് സൈക്കിൾ ഒരു സ്കൂട്ടർ നിക്കാൽന. രാവിലെ ആ സ്കൂട്ടറും സൈക്കിളും എടുത്തു. ടുക്കു और അമ്മാക്കു ആപ്പസി परवाह करना. स्कूटर से और साइकिल से गिरना, दोनों को मजा आना. देन आगे का सपना देखा. ദെൻ മേരി ഡയറി ലിഖേം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അവിടെ ഇത്രയും ഹിൻസ് നൽകിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറി എഴുതാമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡയറി എഴുതാം. മേര ഡയറിയുമേ താരിഖ് ഹെ. അപ്പം നിങ്ങൾ എഴുതിയിട്ടുള്ള ഡയറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്, താരിഖ് വേണം. ദെൻ ഘടനാവൊക്കെ ഉല്ലേഖ, ഘടനകളെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ദെൻ ആത്മനിഷ്ഠ ഭാഷ ഹെ, അപ്പന വിചാർ ഹെ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാമനേഹി എന്ന് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണോ എഴുതിയിട്ടുള്ളത്, എഴുതാത്തത്, അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഡയറി ഒന്ന് എഴുതി നോക്കുക. ഇവിടെ ഡയറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഫസ്റ്റ് ഒരു കോർണറിലായിട്ട് നമ്മൾ എന്ത് എഴുതണം കൂട്ടുകാരെ, അത് ഡേറ്റും ഡേയും എഴുതണമല്ലേ. അപ്പം നമുക്ക് എഴുതാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതുന്ന ദിവസത്തെ ഡേറ്റും ഡേയും എഴുതാവുന്നതാണ്. മംഗൾവാർ 12/6/2025. ദെൻ എഴുതാം, ഈ ആജ് ഏക്ക് മസോദാർ ദിൻ ഹെ. ഇന്ന് നല്ല രസകരമായൊരു ദിവസമായിരുന്നു. आज एक मज़ेदार दिन है. कई दिनों से मेरे मन में एक आशा देखी സൈക്കിൾ ഖരീദിനേക്കലിയെ. കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു, ഒരു സൈക്കിൾ വാങ്ങുക എന്നുള്ളതല്ലേ. കൈ ദിനോം സേ മേരെ മൻമേം ഏക്ക് ആശാദേക്ക് ഏക്ക് സൈക്കിൾ ഖരീദിനേക്കലിയെ. കുറേ ദിവസമായിട്ട് ഒരു സൈക്കിൾ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അഗലേ ദിൻ അമ്മേനെ മേരെ ലിയെ സൈക്കിൾ ഓർ അപ്നെ ലിയെ ഏക്ക് സ്കൂട്ട് ഖരീദിലെ. അപ്പോൾ അമ്മ അടുത്ത ദിവസം തന്നെ എനിക്കായിട്ടൊരു സ്കൂട്ടറും, അമ്മ എനിക്കായിട്ടൊരു സൈക്കിളും അമ്മയ്ക്കായിട്ടൊരു സ്കൂട്ടറും വാങ്ങി. उस रात हम दोनों को नींद न आई क्योंकि हम दोनों को यह चलाना नहीं आता. അന്നേ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം വന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണത്, ഓടിക്കാൻ അറിയില്ലായിരുന്നു. അഗലേ ദിൻ ഹം ദോനോനെ യഹ് ചലാനെ കെ ലിയെ കോശിഷ് കിയേ. അടുത്ത ദിവസം എന്താണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ദോനോ സ്കൂട്ടർ ചലാനെ കെ ലിയെ കോശിഷ് കിയേ. രണ്ടുപേരും അത് ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ലേക്കിൻ ഹം ദോനോ സ്കൂട്ടർ ഓർ സൈക്കിൾ സെ നീചെ ഗിർ പട. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും താഴെ വീണു. മേരെ സിർ പർ ഗുമ്മട്ട് നിക്കൽ ആയ ഓർ അമ്മാക്കോ കോഹിനി ഓർ ഗൂഡ്നെ ജിൽക്കയെ. എന്താണ്, ഞാൻ താഴെ വീണിട്ട് എന്ത് സംഭവിച്ചു, ഗുമ്മട്ട് നിക്കൽ ആയ, സിർപ്പർ ഗുമ്മട്ട് നിക്കൽ ആയ, തലയിൽ മുഴച്ച് പൊങ്ങി. അമ്മയോ, അമ്മയുടെ എന്ത് സംഭവിച്ചു, അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്, അമ്മാക്കോ കോഹിനി ഓർ ഗുഡ്നെ ചിൽഗയെ. അമ്മയ്ക്ക് സ്കൂട്ടറിന് താഴെ വീണിട്ട് എന്ത് ചെയ്യാണ്, കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലിയൊക്കെ ഇളകി വന്നു. रात में एवं स्वप्न देखा कि अम्मा को साइकिल पर बिठाकर बाजार घूमने की, और अम्मा ने स्वप्न देखा कि वह मुझे स्कूटी पर बिठाए स्कूल छोड़ने जा रही है. सचमुच में बहुत मजा आया. അപ്പം എന്താണ്, അമ്മ സ്വപ്നം കണ്ട എന്നെ സ്കൂട്ടറിലെത്തി സ്കൂളിൽ കൊണ്ടുവിടുന്നതാണ്. അമ്മയെ ഞാൻ സൈക്കിളിലെത്തി ചന്തയിൽ ചുറ്റിക്കറങ്ങുന്നതും ഞാൻ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് അല്ലേ. ദെൻ ലാസ്റ്റ് നമുക്ക് എഴുതാം, സച്മുച്ച് മീൻ ബഹുത് മസ ആയ. സച്മുച്ച് മീൻ ബഹുത് മസ ആയ. വാസ്തവത്തിൽ ഇത് വളരെയധികം രസകരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഡയറി എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, ഡയറി എഴുതാം. ഓക്കെ, ദെൻ ലിഖേൻ ചിത്ര ക്യാ കർ രഹാ ഹെ. ചിത്രം എന്താണ് പറയുന്നതെന്ന് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, സ്കൂട്ടർ पर बैठी अम्मा को टुक्कू ടഫിൻ ബാങ്സ് കോത്താ ഹെ. എന്താണ് ഇവിടെ പറയുന്നത്, അതായത് साइकिल पर बैठे टुक्कू को अम्मा टाटा देती है. देन टुक्कू ने चारों और उसके दोस्त खड़े हैं. स्कूल के सामने अम्मा और टुक्कू स्कूटर पर बैठा है.
बैठे है देन टुक्कू ने अम्मा को साइकिल पर बिठाकर आता है. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിന് അനുയോജ്യമായിട്ടുള്ള സെന്റൻസ് ഏതാണ്? നോക്കാം നമുക്ക്. ഫസ്റ്റ് പിക്ചറിൽ എന്താ കൊടുത്തിട്ടുള്ളത്? അമ്മ സൈക്കിളിൽ ഇരുത്തി കൊണ്ടുപോവാണ് അല്ലേ, അമ്മേനെ സൈക്കിളിൽ ഇരുത്തി ടുക്കു കൊണ്ടുപോവാണ്. അപ്പോൾ ഏതായിരിക്കും ആ സെന്റൻസ്? യെസ്, ടുക്കു അമ്മ കോ സൈക്കിൾ पर बिठाकर जाता है. टुकु साइकिल पर बैठे टुकु को, യെസ്, ടുക്കു അമ്മ കോ സൈക്കിൾ पर बिठाकर जाता है. ലാസ്റ്റ് ഉള്ള സെന്റൻസ് ആണ് അല്ലേ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിന് അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? ലാസ്റ്റ് വരുന്ന സെന്റൻസ് ആണ്. അതായത് ടുക്കു അമ്മ കോ സൈക്കിൾ पर बिठाकर जाता है. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഈ സെൻറ്റൻസ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ടുക്കുക്കോ ചാരോ ഓർക്കെ ദോസ്ത് ഗഡേഹെ. ടുക്കുവിൻ്റെ ചുറ്റും അവൻ്റെ ഫ്രണ്ട്സ് നിൽക്കുകയാണ് അല്ലേ. അപ്പം ഇതാണ് രണ്ടാമത് വരുന്നത് അല്ലേ. ഈ രണ്ടാമത്തെ പിക്ചറിന് താഴെയായിട്ട് നിങ്ങൾ ഈ സെൻറ്റൻസ് എഴുതി കൊടുക്കുക. ദെൻ മൂന്നാമത് നോക്കൂ. എന്താ ചെയ്യുന്നത്? സ്കൂൾ കെ സാമനെ അമ്മ ഓർ ടുക്കു സ്കൂട്ടർ पर बैठे है അല്ലേ. എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ? യെസ്, स्कूल के सामने अम्मा और टुक्कू स्कूटर पर बैठे हैं. യെസ്, ഈ സെന്റൻസ് അല്ലേ ഇവിടെ എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ടാറ്റ കൊടുക്കുന്നതാണ് അല്ലേ. സൈക്കിൾ ബൈറ്റെ ടുക്കുക്കു അമ്മ ടാറ്റ ദേത്തി ഹേ. ഇവിടെ എഴുതേണ്ടത് ഇതാണ്. ദെൻ ലാസ്റ്റ് എന്താണ്? ടിഫിൻ ബോക്സ് നൽകുന്ന ചിത്രമാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കൂട്ടർ पर बैठी अम्मा को टुक्कू टिफिन बॉक्स देती है. ഇവിടെ എഴുതേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക? ഇതുപോലെ ഇത് ശരിയായ രീതിയിൽ ഇവിടെ എഴുതി കൊടുക്കുക. ഓരോന്നും ഇവിടെ വരച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? സെൻറ്റൻസ് എടുത്തിങ്ങ് എഴുതി കൊടുക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. കഹാനിക്കോ ആകെ ബതായേം എന്നാണല്ലേ. अम्मा ने सपना देखा वो टुकू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. उसी वक्त टुकू भी एक सपना देखा रहा था कि अम्मा को साइकिल पर बिठाकर बाजार घूम रहा है. അപ്പോൾ കഹാനിയുടെ ബാക്കി ഭാഗം എഴുതാനാണ്. അമ്മ എന്ത് ചെയ്യാണ്? സ്വപ്നം കാണാണല്ലേ. അപ്പോൾ ടുക്കുക്കോ സ്കൂട്ടി पर बिठाए സ്കൂൾ छोड़ने जा रही है. സ്കൂളിൽ കൊണ്ടാക്കുകയാണല്ലോ, അവനെ സ്കൂട്ടറിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടുവിടുകയാണ്. देन उसी वक्त टुकू भी एक सपना देख रहा था कि अम्मा को साइकिल पर बिठाकर बाजार घूम रहा है. സമയത്ത് ടുക്കു എന്താ സ്വപ്നം കാണുന്നത്? അവൻ സൈക്കിളിൽ അമ്മേനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ബാസാറിൽ ചുറ്റിക്കറങ്ങുന്നത്, ചന്തയിൽ ചുറ്റിക്കറങ്ങുന്നതായിട്ട് അവന് സ്വപ്നം കാണുകയാണല്ലേ. അപ്പം ഇനി ബാക്കി ഭാഗം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആകെ ക്യാ ഹുവാ ഹോഗ, പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. ഒരു മാതൃക കൊടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. सुबह उठाकर अम्मा और टुक्कू ने अपने अपने सपनों को बारे में बात करने लगे. രാവിലെ നീട്ടിട്ട് അമ്മയും ടുക്കുവും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞു അല്ലേ. ടുക്കു ബോല അമ്മ ഏക് ദിൻ മേം ആപ്കോ സൈക്കിൾ पर बिठाकर घूमने ला जाऊंगा. അപ്പോൾ ടുക്കു പറയാണ്, അമ്മ ഒരു ദിവസം ഞാൻ നിങ്ങളെ ഇരുത്തിയിട്ട് സൈക്കിളിൽ ചുറ്റിക്കറങ്ങുമെന്ന് പറയാണ്. അമ്മ മുസ്കുരായെ ഓർ ബോലി, അമ്മ ചിരിച്ചുകൊണ്ട് പറയാണ്, മേം ബി തുമേ സ്കൂട്ടി സേ സ്കൂൾ ചോടുങ്കി. അപ്പം ഞാൻ നിന്നെയും സ്കൂളിൽ ഒരു ദിവസം കൊണ്ടാക്കുമെന്ന് പറയാണല്ലേ. ഉസ്കെ ബാദ് ദോനോ മിൽക്ക് തൈ കിയ, അതിനുശേഷം രണ്ടാളും കൂടി തീരുമാനിക്കണം എന്താണ്? തൈ കിയ കി മെഹനത് കരേങ്കോ ഓർ ഏക് ദിൻ സച്ച്മുച്ച് സ്കൂട്ടി ഓർ സൈക്കിൾ पर बैठकर साथ घूमेंगे. അങ്ങനെ നമ്മൾ കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? സ്കൂട്ടിയും സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുമെന്ന് അവർ പരസ്പരം പറയുകയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കഥയുടെ ബാക്കി ഭാഗം എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കഥയ്ക്ക് ഒരു ബാക്കി ഭാഗം എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയുമായിരുന്നല്ലോ ഈ ചാപ്റ്ററിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ സൈഡ് ക്വസ്റ്റ്യൻ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.